പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അധ്വാനത്തിൻ്റെ രുചി ഈ കഥ കേൾക്കൂ. നോനുമുയലും ലിപ്പു അണ്ണാനും ജഗ്ഗു ആനക്കുട്ടനും ഡോറി മാൻകുട്ടിയും കൂടി യാത്ര പുറപ്പെട്ടു. പോകും വഴി അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓരോരുത്തരും കരുതിയിരുന്നു. ജഗ്ഗു കയ്യിലെടുത്ത ഭക്ഷണം നിമിഷ നേരം കൊണ്ട് തീർത്തു. മറ്റുള്ളവർ കുറേശ്ശെ തിന്നുന്നത് കൊണ്ട് ഇത്തിരി ബാക്കിയുണ്ടായി. പോകും വഴി വലിയൊരു ഹോട്ടൽ കണ്ടപ്പോൾ ജഗ്ഗുവിന് കൊതിയായി. കൂട്ടുകാർ വിലക്കിയിട്ടും അവൻ അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. ഹോട്ടൽ നടത്തുന്ന ചേട്ടന്മാരെ, വയറു വിശന്നു തളർന്നുവല്ലോ, ആഹാരം എന്തുണ്ടു തന്നിടുവാൻ, വിശന്നു കുഴഞ്ഞുപോയി. ആദ്യമൊന്നും മടിച്ചെങ്കിലും ഹോട്ടലുടമയായ ബില്ലൻ കാട്ടുപോത്തു പറഞ്ഞു. കാറ്റത്തോടിഞ്ഞു മറിഞ്ഞു വീണ കൂറ്റൻ മരങ്ങൾ ചെറുതാക്കിയാൽ നല്ല വിറകു ലഭിക്കുമല്ലോ. വിറകതു കീറിത്തരികയാണേൽ വയറു നിറയ്ക്കുവാൻ ചോറു നൽകാം. ആനക്കുട്ടൻ സമ്മതിച്ചു. അവൻ മറിഞ്ഞു കിടക്കുന്ന മരങ്ങളിലെ ഇളം തളിരുകൾ ഒടിച്ചെടുത്തു തിന്നു. വലിയ തടിക്കഷ്ണങ്ങൾ വിറകിനു പാകമാക്കി അടുക്കിയെടുത്ത് ചായക്കടയിൽ എത്തിച്ചു. ചെറിയ വിറകുകൾ കൊണ്ടുപോകാൻ കൂട്ടുകാരും സഹായിച്ചു. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് 1 മാസത്തേക്കുള്ള വിറക് മുഴുവനും ആനക്കുട്ടനും കൂട്ടുകാരും അവിടെ അടുക്കി വെച്ചു. ഹോട്ടലുടമയ്ക്ക് വലിയ സന്തോഷമായി. കാട്ടുപോത്തമ്മാവൻ അവർക്ക് വയറു നിറയെ ആഹാരം കൊടുത്തു. കൂടാതെ വഴിയിൽ കഴിക്കാനുള്ളത് പൊതിഞ്ഞു കൊടുക്കുകയും ചെയ്തു. ജഗ്ഗുവിൻ്റെ ബുദ്ധിയും പരിശ്രമവും മൂലം തങ്ങൾക്കു കൂടി രുചികരമായ ആഹാരം ലഭിച്ചപ്പോൾ കൂട്ടുകാർ സന്തോഷത്തോടെ പാടി. ജഗ്ഗു നല്ല ജഗ്ഗു, പണിയെടുക്കും ജഗ്ഗു, വയറു നിറയെ ചോറ് ലഭിച്ചാൽ എല്ലുമുറിയെ പണി ചെയ്തിടും. ആഹാരത്തിൻ്റെ രുചിയെക്കുറിച്ച്, അധ്വാനത്തിൻ്റെ രുചിയെക്കുറിച്ച് അവർ പറഞ്ഞത് കേട്ട് ജഗ്ഗു അഭിമാനത്തോടെ ഒരൽപ്പം നാണത്തോടെ പുഞ്ചിരിച്ചു, ചിഹ്നം വിളിച്ചു.